ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ദേവയാനി അമ്പലത്തിലോട്ട് വന്ന് നയനയുടെ പേരിൽ വഴിപാടൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. നയന എത്തുന്നു. എന്നിട്ട് നയന ചന്തമോളുടെ പേരിങ്ങനെ പറയാട്ടോ വഴിപാട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളെന്താണെന്ന് ചോദിക്കുമ്പോൾ അയ്യോ നാളെ അറിയില്ല എന്ന് പറയുമ്പോൾ സാരമില്ല പേര് മതി എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ വഴിപാടൊക്കെ കൊടുത്തതിന് ശേഷം അവരിങ്ങനെ തൊഴുത് പ്രാർത്ഥിക്കുന്നു. ദേവയാനി പ്രാർത്ഥിക്കുന്നത് എൻ്റെ മകൻ്റെയും മരുമകളുടെയും കുഞ്ഞായി തന്നെ ചന്തമോൾ ഇനിയും വളരും, എങ്കിലും എൻ്റെ മരുമോൾ എത്രയും പെട്ടെന്ന് ഒരു അമ്മയാകണേ, അവൾ ഗർഭിണിയാകണേ എന്നൊക്കെ ഇങ്ങനെയായിട്ട് അവൾ പ്രാർത്ഥിക്കുന്നത്. ഈ സമയം അനന്തപുരിയിൽ നമ്മുടെ അനാമികയ്ക്ക് ആകെ ടെൻഷൻ. രണ്ടുപേര് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് പോയതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ജലജയോട് ഈ കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നുണ്ട്. ആദ്യം വലിയമ്മ പോയി, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കുളിച്ചൊരുങ്ങിയാണെങ്കിൽ ഈ നയനെ ഇങ്ങനെ പോകുന്നത് കണ്ടു. അവർ അമ്പലത്തിലോട്ടാണ് പോയതെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അവൾ കുളിച്ചൊരുങ്ങിയൊന്നും കണക്കാക്കണ്ട, മനസ്സിൽ വൃത്തിയില്ലെങ്കിലും ശരീരത്തിന് വൃത്തിയുണ്ട്, രാവിലെയും വൈകിട്ടും കുളിക്കുകയൊക്കെ ചെയ്യും എന്നിങ്ങനെ പറയും. അന്നേരം അനാമിക പറയുന്നുണ്ട്, ഇതങ്ങനെയൊന്നുമല്ല, ആദർശേട്ടൻ കൂടെ പോയിട്ടൊന്നുമില്ല, അതുകൊണ്ട് അവൾ അമ്പലത്തിലേക്ക് തന്നെ ആയിരിക്കും, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ കള്ളക്കളികളുണ്ട് എന്നിങ്ങനെ പറയുക. എന്നിട്ട് പറയുന്നുണ്ട്, അവൾ കള്ളത്തരം കാണിക്കുക, അതിൽ പ്രശ്നമൊന്നുമില്ല, കാരണം അവളുടെ കുടുംബം പണ്ടേ ഉടായിപ്പ. പക്ഷെ വലിയമ്മ അങ്ങനെയല്ലല്ലോ, വലിയമ്മ ഇനി അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നും ചെയ്യുന്നില്ലാത്തത് കൊണ്ടാണ് വല്യമ്മ ഞാൻ ഇത്രയും കാലം സ്നേഹിച്ചത് എന്നിങ്ങനെ പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, അയ്യോ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല, അവരൊരു ഉടായ്പ തന്നെയാണ്, അവർ എത്രയോ തവണ ഞാൻ അനാഥയാണ് എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ കളിയാക്കിയിട്ടുണ്ടെന്ന് അറിയാവോ എന്നിങ്ങനെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട്, എങ്കിൽ ഇനി തൊട്ട് എനിക്ക് വലിയമ്മയെ സ്നേഹിക്കാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് നമുക്ക് നോക്കണമല്ലോ അപ്പച്ചി എന്നിങ്ങനെ പറയുമ്പം ജലജ പറയുന്നുണ്ട്, മോള് പറഞ്ഞ സ്ഥിതിക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ട്, സത്യാവസ്ഥ ഉണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കാം എന്നിങ്ങനെ പറയുകയാണ്. രണ്ടുപേരോട് ഇങ്ങനെ അമ്പലത്തിലേക്ക് പോരാൻ തീരുമാനിക്കുന്നേ. ഈ സമയം അമ്പലത്തിൽ നിന്ന് പ്രസാദമൊക്കെ മേടിച്ച് പ്രാർത്ഥിച്ച് രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് കനകയെ കാണുന്നത്. അന്നേരം കനകയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ലല്ലോ, മുഖത്തിങ്ങനെ ഒരു നീരസമൊക്കെ. അന്നേരം ദേവേന് പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും രാവിലെ അമ്പലത്തിലേക്ക് പോകുന്ന ഒരുമിച്ച് പോരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ആദ്യം വന്നു, അത് കഴിഞ്ഞാൽ മോള് വന്നത് എന്ന് പറയും. അന്നേരം കനക ചോദിക്കുന്നുണ്ട്, അതിനിപ്പോൾ എല്ലാവരും അറിഞ്ഞാൽ എന്താ കുഴപ്പം, നിങ്ങൾ എന്തിനാ ഈ ആവശ്യമില്ലാത്ത ഈ സത്യങ്ങളൊക്കെ ഇങ്ങനെ മൂടി വയ്ക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അന്നേരം അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് നയന ചോദിക്കുമ്പോൾ, എൻ്റെ നയനെ എനിക്ക് നല്ല ദേഷ്യം വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ തന്നെ മനുഷ്യന് മനസ്സമാധാനമില്ല, ഗോവിന്ദേട്ടന് ഞാൻ എന്ത് സങ്കടപ്പെട്ട ഓരോ ദിവസം തള്ളി നിൽക്കുന്നതെന്ന് അറിയാമോ, അതുകൊണ്ട് അമ്പലത്തിലോട്ട് വന്നത്, നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമോ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇങ്ങോട്ട് വന്നേ എന്നിങ്ങനെ പറഞ്ഞ് രണ്ടുപേരോട് ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കുകയാണ്. കാരണം ഈ ദേഷ്യവും ഇതുപോലെ സംസാരം കേൾക്കുമ്പോൾ ദേവയാനിക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വരില്ലേ, അതുകൊണ്ട് ഏതായാലും അവരിങ്ങനെ മാറി നിന്ന് സംസാരിക്കുക. അപ്പോൾ നയന ചോദിക്കും, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അതിന് മാത്രം ഇപ്പോൾ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, ഒന്നും സംഭവിച്ചില്ലേ, നിൻ്റെ കൂടെ നടക്കുന്ന ആ കൊച്ച് നിന്നെ അമ്മ എന്ന് വിളിച്ച് നിൻ്റെ കൂടെ നടക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് മനസ്സമാധാനം കാണുകയില്ല, അയ്യോ ഒരു നല്ല മരുമോനുണ്ടായിരുന്നു, അവൻ കാണിച്ചു വെച്ച കാര്യം ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ഓർത്തതേ അല്ല, അബി ഇപ്പോൾ നന്നായി നവ്യമോളെ നന്നായിട്ട് നോക്കുന്നൊക്കെയുണ്ട്, അവളുടെ പ്രസവശേഷം അവൻ ഒരു സങ്കടം അവൾക്ക് വരുത്തിയിട്ടില്ല, അന്നേരമാണ് ആദർശ് ഇതുപോലത്തെയൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആദർശിനെ ഇങ്ങനെ കുറ്റം പറയുക. അപ്പോൾ നയന, അയ്യോ അമ്മ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ആദർശേട്ടൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് യാതൊരു വിഷമവും ഇല്ല, ചന്തമോളുടെ അമ്മയാകാൻ സാധിച്ചത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ കനക പറയുന്നുണ്ട്, നീ മിണ്ടാതെ പോയിക്കോ, എനിക്ക് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമൊന്നുമില്ല, ആ നിൽക്കുന്ന ആദർശിൻ്റെ അമ്മയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ അതെല്ലാം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക, നീയായിട്ട് അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കനക നേരം അങ്ങ് വേറെ നിവൃത്തിയില്ലാതെ അങ്ങോട്ട് പോരും കേട്ടോ. നയന ദേവയാനിയുടെ അടുത്തോട്ട് ഇങ്ങനെ വിഷമിച്ച് വരുന്നത് കാണുന്ന ദേവയാനിക്കറിയാം. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, ആദർശൻ്റെ കാര്യമാണോ നിങ്ങൾ സംസാരിച്ചത്, കനകയ്ക്ക് അതിൻ്റെ ദേഷ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്നിങ്ങനെ പറയും. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, സത്യങ്ങൾ ആരും അറിയാതെ മൂടി വെച്ചേക്കുന്നിടത്തോളം കാലം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കേൾക്കേണ്ടി വരും, സാരമില്ല മോള് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോരുകയാണ്. കനക നേരെ അമ്പലത്തിലേക്ക് തൊഴാനായിട്ട് ഇങ്ങനെ കയറി പോവുകയും ചെയ്യും. അങ്ങനെ രണ്ടുപേരും കൂടെ ഇറങ്ങി വരുന്ന സമയത്താണ് കറക്റ്റ് അനാമികയും ജലജയും കൂടെ അങ്ങോട്ട് വരുന്നത്. അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ചുറ്റും നോക്കുന്നു. ഫ്രണ്ടിലൊന്ന് നോക്കിയിട്ട് ബാക്കിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടുപേരും കൂടി ഇറങ്ങി വന്നത്. അപ്പോഴേക്കും അയ്യോ ദേ അപ്പച്ചി അനാമിക എന്ന് പറഞ്ഞ് അകത്തോട്ട് തിരിച്ചു കയറി പോകും കേട്ടോ നയന അകത്തോട്ട് ചെല്ലുമ്പോൾ കനക ചോദിക്കും, എന്താ ഇങ്ങോട്ട് പോകുന്നത് പിന്നെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അന്നേരം അല്ല ഞങ്ങൾ രണ്ടുപേരോട് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അപ്പച്ചിയും അനാമികയും കൂടെ വന്നത് എന്നിങ്ങനെ പറയും.
അങ്ങനെ അകത്ത് നിൽക്കുകയാണ് നയന. ദേവയാനി കുറച്ചു നേരം അവിടെ ഒന്ന് സ്റ്റക്കായിട്ട് ഇങ്ങനെ നിന്നിട്ട് പയ്യെ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ജലജ പറയുന്നുണ്ട്, അതെ ഇനി ഞങ്ങളെ പറ്റിക്കാനൊന്നും നോക്കണ്ട, രണ്ടുപേരോട് ഒരുമിച്ചാണ് അമ്പലത്തിലോട്ട് വന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയും. അന്നേരം ദേവയാനി ചോദിക്കും, ആരുടെ കാര്യമാണ് നിങ്ങളീ പറയുന്നത്? അന്നേരത്തേക്കും അവർ പറയും, ഓ ഏട്ടത്തിക്ക് അറിയത്തില്ല, ഏട്ടത്തിയുടെ മരുമോൾ അമ്പലത്തിലോട്ട് വന്നില്ലേ എന്ന് ചോദിക്കും. അന്നേരം ദേവേനി പറയും, അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല, അവൾ വന്നത് അവളുടെ അമ്മ വിളിച്ചിട്ടായിരിക്കും, അകത്ത് അവളുടെ അമ്മയുണ്ട്, ഞാൻ അവളുടെ കൂടെ വന്നതൊന്നുമല്ല എന്ന് പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണോ രണ്ടുപേരുടെ രാവിലെ ഇങ്ങോട്ട് പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അനാമിക പറയും, അങ്ങനെയൊന്നുമല്ല, അപ്പച്ചിക്ക് അമ്പലത്തിൽ വന്ന് തൊഴണം എന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കൂട്ടുവന്നത് എന്ന് പറയുമ്പോൾ, ആണോ എങ്കിൽ രണ്ടുപേരോട് തൊഴുതിട്ട് പോകാൻ നോക്ക്, എൻ്റെ പുറകെ നടക്കാതെ എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി ഗൗരവത്തിൽ ദേവേനി വണ്ടി കയറി അങ്ങ് പോരുവാണേ. പോന്നു കഴിയുമ്പോഴേക്കും ജലജ, ഇതിലെന്തോ കള്ളത്തരമുണ്ട് മോളെ, അകത്തൊന്ന് കയറി നോക്കണം, അവളും അവളുടെ അമ്മയും വന്നിട്ടുണ്ട് എന്ന്. മോളൂടെ വാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, എനിക്കിപ്പോൾ വലിയ വിശ്വാസമൊന്നുമില്ല ഈശ്വരനിൽ, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറയും. അന്നേരം ജലജ, അത് സാരമില്ല, ഇതിൻ്റെ ഫ്രണ്ട് വരെ വന്നതല്ലേ, ഇനി നമുക്ക് അകത്ത് കയറിയിട്ട് പോകാം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ അനാമിക പോകുന്നില്ല. അപ്പച്ചി പോയി തൊഴുതിട്ട് വാ, ഞാനിവിടെ തൊഴുതോളാം എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുവാണ് അനാമിക. അങ്ങനെ ജലജ അകത്തോട്ട് ചെല്ലുമ്പോൾ അകത്ത് നയനയും കനകയും നിൽപ്പുണ്ടേ. നേരെ ജലജ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പം മരുമോനെ പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് 3 പേരോട് ഇവിടെ സംഗമിച്ചത് എന്ന് ചോദിക്കും. അന്നേരം കനക പറയുന്നുണ്ട്, ഞാൻ ആരെ പറ്റി ചർച്ച ചെയ്യാനൊന്നുമല്ല ഇങ്ങോട്ട് വന്നത്, എനിക്ക് തൊഴണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, ഇപ്പോൾ അനന്തപുരിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാലോ, ഇവളുടെ ഭർത്താവ് ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ എന്തൊക്കെയാണെന്ന് കനകയ്ക്ക് അറിയാലോ, എൻ്റെ മകൻ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളാണ് അവൻ ചെയ്തേക്കുന്നത്, അവന് വിവാഹത്തിന് മുമ്പ് ബന്ധമുണ്ട്, അതുകൊണ്ടാണല്ലോ 5 വയസ്സുള്ള ഒരു കുട്ടി ഇപ്പോൾ അനന്തപുരിയിലിരിക്കുന്നത്, ആ കുട്ടിയെ വളർത്തുന്ന കാര്യം ഓർത്ത് ഇവൾക്ക് നല്ല വിഷമമുണ്ട് എന്നിങ്ങനെ ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് തന്നെ ഒന്ന് ഉപദേശിക്കാൻ മേലായിരുന്നോ മോളെ, അങ്ങനെയെങ്കിലും ഒന്ന് നന്നാവുമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുമ്പോൾ നയന പറയുന്നുണ്ട്, എനിക്ക് യാതൊരു വിഷമവും ഇല്ല, ആദർശന് എന്ത് ചെയ്താലും എനിക്കതിനൊരു വിഷമവും ഇല്ല, ആ മോളുടെ അമ്മയാകാൻ സാധിച്ചത് എനിക്ക് സന്തോഷമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, ഇവളെ എല്ലാവരും കൂടി പറഞ്ഞ് മയക്കി വെച്ചേക്കുവാണ്, അതുകൊണ്ടാണ് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പിന്നെ ചന്തുമോളുടെ അമ്മ ആകുന്നതിൽ നിനക്ക് നല്ല സങ്കടമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, അതങ്ങനെയല്ല എങ്കിൽ നിനക്ക് ഈ ദേവിയെ വിളിച്ച് സത്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. അന്നേരം നയന പറയുന്നുണ്ട്, ഈ ദേവി എന്നല്ല ഈ ലോകത്തിലെ ഏത് അമ്പലത്തിൽ പോയി സത്യം ചെയ്യുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല, ഇനിയിപ്പോൾ എൻ്റെ അമ്മയുടെ തല തൊട്ട് വേണമെങ്കിലും ഞാൻ സത്യം ചെയ്യും, ചന്തുമോളുടെ അമ്മ ആകുന്നതിൽ എനിക്ക് യാതൊരു സങ്കടവും ഇല്ല, വളരെ സന്തോഷം തന്നെയാണ്, ഇനി അതിൻ്റെ പേരിൽ നിങ്ങൾ വിഷമിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വാ അമ്മേ നമുക്ക് പോകാം എന്ന് പറഞ്ഞിങ്ങനെ അവരിങ്ങോട്ട് പോവുകയാണേ. ഏതായാലും വന്നതല്ലേ, ജലജ തൊഴാനായിട്ട് ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ ചെല്ലുന്നു. അങ്ങനെ കനകയും നയനയും കൂടി ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ അനാമിക അവിടെ നിൽപ്പുണ്ടല്ലോ, സ്വാഭാവികമായിട്ട് നയനയുടെ മുഖം കാണുന്നതേ അനാമികയ്ക്ക് ദേഷ്യം വരും. അവരിങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴേക്ക് അനാമികയോട് നയന ചോദിക്കുന്നുണ്ട്, എന്തേ ഇങ്ങോട്ട് പോകുന്നത് രണ്ടുപേരൂടെ, ഞാനും അമ്മയും കൂടെ ഒരുമിച്ചാണോ വന്നതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ചെക്കിങ്ങിന് ഇറങ്ങിയതാണോ രണ്ടുപേരും എന്നിങ്ങനെ ചോദിക്കും. അന്നേരം അനാമിക പറയുന്നുണ്ട്, എന്തൊക്കെയാണ് കള്ളത്തരം നടക്കുന്നതെന്ന് നമുക്കറിയത്തില്ലല്ലോ, അത് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെ വന്നതാണ്, കൂട്ടിക്കോ, എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ ജീവിതം ഇങ്ങനെ ആയത് എന്നെ വിഷമിപ്പിച്ചത് കൊണ്ടുകൂടിയാണ്, അതുകൊണ്ട് നിനക്ക് വേറെ ഒരു സ്ത്രീയിലുണ്ടായി നിന്റെ ഭർത്താവിന് ഉണ്ടായി ഈ കുഞ്ഞിനെ വളർത്തേണ്ടി വന്നില്ലേ, അത്രയും വലിയ ഗതികേട് വേറെ എന്തെങ്കിലും ഉണ്ടോടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ നയന പറയുന്നുണ്ട്, വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവ് ഒരു ദിവസം പോലും നിന്നെ സ്നേഹിച്ചിട്ടില്ല, അവൻ നിന്റെ കൂടെ ഒരിക്കലും ഒരുമിച്ച് കഴിഞ്ഞിട്ടുമില്ല, എന്നിട്ടാണ് നീ എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നത്, ഞാനും ആദർശേട്ടനും വിവാഹം കഴിഞ്ഞ സമയത്ത് ഒരുപാട് വഴക്കുണ്ടാക്കിയതാ, രണ്ടായിട്ട് കഴിഞ്ഞവരാ, ഇപ്പോൾ ഞങ്ങളുടെ ഇടയിൽ യാതൊരു പ്രശ്നവും ഇല്ല, ഇപ്പോഴും നിന്റെ ഭർത്താവ് നിന്നെ അംഗീകരിക്കുന്നില്ലല്ലോ, ആദ്യം അത് പോയി നോക്ക് എന്ന് പറയും. അന്നേരം അനാമിക പറയും, അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്, അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരുത്തി കയറി നിൽക്കുമല്ലേ എന്ന് ചോദിക്കും. അന്നേരം കനക പറയുന്നുണ്ട്, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ നന്ദുമോൻ ഒരാളുടെ ഇടയ്ക്ക് ഇങ്ങനെ കയറി നിൽക്കുന്നൊന്നുമില്ല, അവൾ അവളുടെ കാര്യം നോക്കി ജീവിക്കുകയാണ്, ആനയാണ് അങ്ങോട്ട് പോയി അവളെ ശല്യം ചെയ്യുന്നത്, അത് തടയേണ്ടത് അനാമികയുടെ കടമയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അയ്യോ ഞാൻ തടഞ്ഞാലൊന്നും നിൽക്കുന്ന ആളല്ല അവൻ, പിന്നെ ഒരു കാര്യമുണ്ട്, നന്ദു ഇല്ലെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ ഒരു ചന്തു ഉണ്ടല്ലോ, അത് മതിയല്ലോ നിങ്ങളുടെ മോൾക്ക്, നാണമില്ലേ നിങ്ങൾക്ക് ആ കൊച്ചിനെ ഇങ്ങനെ സ്വന്തം മോളായി കണ്ടു വളർത്താനായിട്ട്, അതെങ്ങനെ ആ കോടീശ്വരന്മാരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരേണ്ടി വരില്ലല്ലോ, അത് അംഗീകരിച്ചില്ലെങ്കിൽ അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ ഒന്ന് പറഞ്ഞു ഉപദേശിച്ചു കുറച്ച് ദിവസം വീട്ടിൽ കൊണ്ട് നിർത്താൻ മേലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ അനാമിക അങ്ങ് കത്തിക്കയറുമ്പോൾ നയന പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ആദർശേട്ടൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണ്, ഇനിയും ആദർശേട്ടൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊപ്പം തന്നെ ഞാൻ നിൽക്കും, ചന്തു മോളെയും ഞാൻ എൻ്റെ സ്വന്തം മോളായിട്ട് വളർത്തും, അതിൽ
എനിക്ക് യാതൊരു സങ്കടവും ഇല്ല, നീ നിൻ്റെ കാര്യം നോക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോകുന്നു. അനാമികയ്ക്കാണെങ്കിൽ ദേഷ്യം വരുവേ. എന്നിട്ട് ഇങ്ങനെ നിൽക്കുക. അന്നേരത്തേക്ക് അങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ കനക പറയുന്നുണ്ട്, ഇവരെല്ലാം ഇങ്ങനെ കുത്തി പറയുമ്പോൾ തിരിച്ചൊരു മറുപടി പറയാനില്ലാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ട് നീയും നിൻ്റെ ഭർത്താവും കൂടി എങ്ങനെ പറയുമ്പോൾ അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ആദർശേട്ടൻ അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അഥവാ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ആദർശേട്ടൻ്റെ ഭാര്യ ആയ ഞാനത് അംഗീകരിച്ചു. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നയനെ എനിക്കിപ്പോൾ ദേഷ്യം വരും കേട്ടോ, കൂടുതൽ സംസാരിക്കാതെ ഇരിക്കുന്നതാണ് നമുക്ക് നല്ലത്, നീ ഏതായാലും ചെല്ല എന്നിങ്ങനെ പറഞ്ഞ് കനക ഇങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും ഈ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നിൻ്റെ അച്ഛന് ഒരു സമാധാനവും ഇല്ല, നേരാവണ്ണം കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കനക അങ്ങോട്ട് പോവുകയാണ്. കനക അങ്ങ് പോയി കഴിയുമ്പോൾ ആകെ വിഷമിച്ച് ഇതിനെപ്പറ്റി ഇങ്ങനെ ഓർത്ത് നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.